നമസ്കാരം, ഞാൻ അമൃത് സുനിൽ. അമൃത് DG മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി. ശ്രീകൃഷ്ണൻ ശരിക്കും ആരാണ്? ഉണ്ണിയായും ഭഗവാനായും ഒരുപോലെ ജനഹൃദയങ്ങളിൽ വിഹരിക്കുന്ന ആ ദിവ്യ ചൈതന്യത്തെ എങ്ങനെ നിർവചിക്കും? ബഹുമുഖ സമ്പൂർണതയാണ് ശ്രീകൃഷ്ണൻ എന്ന സങ്കല്പം. ലൗകികവും അലൗകികവുമായ ലോകങ്ങളെ ചേർത്തു പിടിക്കുന്ന കൃഷ്ണൻ വിരോധാഭാസത്തെയും ദ്വൈതഭാവത്തെയും മറികടക്കുന്ന സങ്കല്പം എന്നാണ് ഓഷോ കൃഷ്ണനെ കുറിച്ച് പറയുന്നത്. പരിത്യാഗത്തെയല്ല, ആനന്ദപൂർണമായ ജീവിതത്തെ ആശ്ലേഷിക്കാനാണ് ശ്രീകൃഷ്ണൻ നമ്മളോട് സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു തരുന്നത് എന്ന് ഓഷോ പറയുമ്പോൾ അതിലെ സത്യം നിഷേധിക്കാൻ നമുക്കാവില്ല. ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കൃഷ്ണന്റെ യാത്ര എത്ര സൗന്ദര്യാത്മകമാണ്. കാരാഗൃഹത്തിൽ കഴിയുന്ന ദേവകിയുടെയും വാസുദേവരുടെയും മകനായി ശ്രീകൃഷ്ണന്റെ ജനനവും അവിടുന്ന് വൃന്ദാവനത്തിലെ നന്ദഗോപന്റെ വീട്ടിലേക്കുള്ള പ്രയാണവും അത് സാഹസികം. യശോദയുടെ മകനായി വളരുന്ന കണ്ണന്റെ ബാല്യം വാത്സല്യത്തിന്റെയും വികൃതിയുടെയും സൗന്ദര്യത്താൽ വശ്യമാകുന്നു. കൃഷ്ണന് എല്ലാത്തിനും കൃഷ്ണന്റേതായ ധർമ്മമുണ്ടായിരുന്നു. അത് പ്രകൃതിയോടും സ്ത്രീയോടും ചേർന്ന് നിൽക്കുന്നതായിരുന്നു. നാരായണ തീർത്ഥരുടെ വിഖ്യാതമായ കീർത്തനം ഗോവർദ്ധന ഗിരിധാര കേൾക്കാത്തവർ വിരളമായിരിക്കും. ദേവേന്ദ്രന്റെ കോപത്താൽ ഭൂമിയെ വിഴുങ്ങുന്നതുപോലെയുള്ള മഴയിലും തുടർന്നുണ്ടാകുന്ന വെള്ളപ്പൊക്കത്തിലും വൃന്ദാവനത്തിലെ ജനങ്ങളെയും പക്ഷി മൃഗാദികളെയും രക്ഷിക്കാനായി ചെറുവിരൽ കൊണ്ട് ഗോവർദ്ധന പർവ്വതത്തെ പൊക്കിയെടുത്ത ശ്രീകൃഷ്ണനായിരുന്നു. അഹങ്കാരം ശമിക്കുന്നതുവരെ കാളിയന്റെ ശിരസിൽ ചവിട്ടി നൃത്തം ചെയ്യുന്ന കണ്ണൻ സകല ജീവജാലങ്ങളുടെയും ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുകയായിരുന്നു. മഹാവിഷ്ണുവിന്റെ അവതാരമാണെങ്കിലും ശ്രീകൃഷ്ണൻ നമ്മുടെ കൂടെ കരയാനും ചിരിക്കാനും കളിക്കാനും തയ്യാറാകുന്ന ദൈവിക ശക്തിയാണ്. സൗഹൃദത്തിന്റെ ആഴവും വ്യാപ്തിയും മനസ്സിലാക്കാൻ കുചേലന്റെയും ഉദ്ധവരുടെയും കഥകൾ കൊണ്ട് സാധ്യമാകും. സൗഹൃദം എന്ന വാക്കിന് പുതിയ അർത്ഥങ്ങൾ ദിനം പ്രതി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുവെങ്കിലും ചില അടിസ്ഥാന നിയമങ്ങൾ ഈ രണ്ടുപേരും കൃഷ്ണൻ തമ്മിലുള്ള ബന്ധം നമ്മളെ പഠിപ്പിക്കും. ബാല്യകാല സുഹൃത്തായ കുചേലൻ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം കൃഷ്ണനെ തേടി വരുന്നത് ദാരിദ്ര്യം കൊണ്ടാണ്. ഉദ്ധവർ കൃഷ്ണന്റെ പക്കൽ എത്തുന്നത് ആത്മീയമായ അറിവുകൾ തേടിയാണ്. കൃഷ്ണൻ കുചേലന് സമ്പത്ത് നൽകി അനുഗ്രഹിക്കുമ്പോൾ ഉദ്ധവർക്ക് ഉപദേശങ്ങളാണ് നൽകുന്നത്. ഉദ്ധവ ഗീതയിൽ ഭക്തിയും ആത്മീയതയും ഭഗവാൻ നിർവചിക്കുന്നുണ്ട്. രണ്ടുപേർക്കും കൃഷ്ണനോട് അഗാധമായ സ്നേഹവും ആത്മാർത്ഥതയും ഉണ്ടെന്നത് തന്നെയാണ് സവിശേഷത. കൃഷ്ണനോ പ്രണയം ധാർമ്മികതയ്ക്ക് മുകളിലാണ്. അസ്തിത്വത്തിന്റെ ആഴങ്ങൾ അറിയുന്ന ഭഗവാന് മാത്രമേ പ്രണയത്തെ അങ്ങനെ സങ്കല്പിക്കാനാവൂ. ശരിക്കും തെറ്റിനും അപ്പുറം ജീവിതത്തെ ആനന്ദമായി ആഘോഷമായി കാണുന്ന ഒരു രീതിയാണ് കൃഷ്ണന്റെ പ്രണയ സങ്കല്പം. യശോദ, രാധ, രുക്മിണി, സത്യഭാമ, ദ്രൗപദി, സുഭദ്ര, കുന്തി, തിവക്ര തുടങ്ങിയ സ്ത്രീകളോട് ശ്രീകൃഷ്ണൻ ഇടപെടുന്ന രീതി ധാർമ്മികവും ആത്മീയതയിൽ ഊന്നിയതുമാണ്. സ്നേഹത്തിന്റെ വിവിധ മുഖങ്ങൾ ഈ ബന്ധങ്ങളിലൂടെ തെളിഞ്ഞു കാണും. വേദാന്തം പറഞ്ഞ് മാറി നിൽക്കാതെ ആപത് ഘട്ടങ്ങളിൽ അവരെ സംരക്ഷിക്കുവാൻ ഏതറ്റം വരെയും പോകുന്നു. കണ്ണന്റെ നിറം കറുപ്പ് കലർന്ന ഇരുണ്ട നീല നിറമാണെന്നാണ് പൊതുവായ സങ്കല്പം. നീലമേഘ ശ്യാമവർണം പളിതിനെയും സൂചിപ്പിക്കുന്നു. ശാന്തതയുടെ, അനന്തതയുടെ, സ്ഥിതിയുടെ, ഉന്നത ഗ്രാഹ്യ ശക്തിയുടെ നിറമാണത്. ശ്രീ വല്ലഭാചാര്യരുടെ പ്രശസ്ത കൃതിയായ മധുരാഷ്ടകത്തിൽ മധുരാധിപതിയായ കണ്ണന്റെ രൂപം അനർഘമായ വർണ്ണനയിലൂടെയാണ് അവതരിപ്പിക്കുന്നത്. സംസ്കൃതത്തിൽ പദഭംഗിയും ലാളിത്യവും ഒത്തുചേരുന്ന മറ്റൊരു കൃതിയുണ്ടോ എന്ന് സംശയം. കൃഷ്ണന്റെ മുഖം, ശരീരം, ചലനം, വേണുഗാനം, നൃത്തം അങ്ങനെ എല്ലാം മധുരമായാണ് വല്ലഭാചാര്യർ പറയുന്നത്. കർമ്മം, ധർമ്മം, നീതി, വ്യവസ്ഥ ഇവയെക്കുറിച്ച് ഭഗവാൻ ഗീതയിൽ പറഞ്ഞതിന് ഇന്നും പ്രസക്തി ഏറെയാണ്. കലിയുഗത്തിൽ മാനവരാശിക്ക് വഴികാട്ടിയായ ഭഗവാൻ നമുക്ക് നൽകിയതാണ് ഭഗവത്ഗീത. വാക്കുകളിൽ പറഞ്ഞാൽ തീരുന്നതല്ല കണ്ണന്റെ പ്രഭാവം. എല്ലാവർക്കും എൻ്റെ ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ. നന്ദി.